വെൽക്കം ടു ഓളോ യാങ്സ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി എല്ലാവരും കൂടി 2 ദിവസത്തെ വയനാട്ടിലേക്കുള്ള ട്രിപ്പിന് പോവുകയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നിങ്ങളെയും കൂടിയും കാണിക്കാം എന്ന് വിചാരിച്ചു. സോ നമുക്ക് അവിടെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സോ ലേറ്റ് ആയി ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോസിലേക്ക് പോവാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചുരം കഴിഞ്ഞിട്ടുള്ളൂ, മീൻസ് ആദ്യത്തെ ഒരു ലെവൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ എത്താനായിട്ടില്ല. എത്താനായിത്തരേ ഇവിടെ അസ്കർ പറയുന്നുണ്ട്. നമ്മൾ ആദ്യ ഡെസ്റ്റിനേഷൻ അസ്കറിന് ഇവിടെ ഒരു ബിസിനസ് ഉണ്ട്, റിസോർട്ടിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തുറത്ത് കൊടുക്കാം. വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ആദ്യം അവിടെ പോണത്. സോ കാണാൻ പറ്റും. ഓക്കെ, ചുരത്തിൻ്റെ വ്യൂ ഒക്കെ കാണിച്ചു തരാം, കുറച്ചുകൂടെ കഴിയട്ടെ. അങ്ങനെ ഇതൊക്കെയാണ് ചുരത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയാൻ. വെയിൽ കാരണം നമ്മളങ്ങനെ ഇറങ്ങി വ്യൂ ആസ്വദിക്കുകയൊന്നും ചെയ്തില്ല, കാരണം ഭയങ്കര വെയിലായിരുന്നു ഗൈസ്. കുറേ ആൾക്കാർ ഇറങ്ങണോ ഇതാക്കണോ കാണണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. നമ്മൾ വണ്ടിയിൽ കൂടിയുള്ള വ്യൂ മാത്രമേ കണ്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ, എല്ലാവരും ഇറങ്ങി കാണണമൊക്കെ ഉണ്ട്. പക്ഷേ വെയിൽ അൺസൈക്കബിൾ ആയിരുന്നു. സോ നമ്മൾ അങ്ങനെ ചുരം കയറി കഴിഞ്ഞ് വയനാടിൻ്റെ മണ്ണിലേക്ക് കാല് കുത്തുകയാണ് ഗൈസ്. വെൽക്കം ടു വയനാട്. അങ്ങനെ നമ്മൾ വയനാട് എത്തി. നമ്മൾ നേരെ വയനാട്ടിൻ്റെ മണ്ണിലേക്ക്. അപ്പോൾ അവിടെ കുറേ പെണ്ണുങ്ങൾ, ഇവിടെ എവിടെ അടുത്ത് എവിടെയാണ് എന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്പോട്ട്. നമ്മൾ അവിടേക്ക് പോയില്ല, എന്തുകൊണ്ട്? വെയിലായതുകൊണ്ട്. അങ്ങനെ നമ്മൾ നേരെ തിരിക്കണത് അസ്കറിൻ്റെ റിസോർട്ടിൻ്റെ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്, നമ്മളെ സമ്മതിക്കും ഫാമിലിയൊക്കെ. സോ നമ്മൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് അവരൊരു റിസോർട്ട് എന്ന് പറയുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 60% കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഒരു 40% കൂടി കംപ്ലീറ്റ് ആവാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സമ്മതിക്കാൻ്റെ വീട് നിന്നാണ്. അവിടെ വേറെ റിസോർട്ട് ഉണ്ട്. ഇതാണ് ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ ബ്രദർ റിസോർട്ട്. സോ വ്യൂവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. തോടൊക്കെ ഉണ്ട് അടുത്തായിട്ട്, ഭയങ്കര രസം. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ആയിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് നമ്മളെ മോനോൻ്റെ ഫ്രണ്ടിൻ്റെ ഇതൊരു കിച്ചൺ ഏരിയ ആണ്. ഐ തിങ്ക് സിങ്ക് കാണാനുണ്ട്. സോ കിച്ചൺ ആയിരിക്കും. സോ ഇവിടെ നിന്നുള്ളൊരു ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. നല്ല അടിപൊളി ക്ലൈമറ്റാണ്. തോടൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ഇവിടുത്തെ ഇതിന് പുഴ എന്നൊക്കെയാണ് പറയല്, പക്ഷെ നമ്മൾ മലപ്പുറംകാർ ഇതിന് തോട് എന്ന് പറയല് ഗൈസ്. ഇത് വേറൊരു ഡെസ്റ്റിനേഷൻ റിസപ്ഷൻ പോലെ. സോ ഇതാണൊരു റൂം എന്ന് പറയുന്നത്. ഇതൊരു ബെഡ്റൂമാണ്, ഇതൊരു ബാത്റൂം, അതുപോലെ ഇതൊരു റൂം ഫോർ കപ്പിൾസ്. ഇവിടെ ഒരു പ്രൈവറ്റ് പൂളുണ്ട് ഗൈസ്. ഇതൊരു പ്രൈവറ്റ് പൂളാണ്. സോ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. ഇനി ഇവിടെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഫുൾ ചെയ്തിട്ട് ഫുൾ വർക്കും കഴിഞ്ഞിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത ബെഡ്റൂമാണ് ഗൈസ്. ഇതും ഇവിടെ ഉണ്ട് ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂള്, ബാത്റൂം, അതുപോലെ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഗൈസ്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് ഇവിടുന്ന് ഒരു ബാൽക്കണി, അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇവിടെ ഇതുപോലെ പണിയുടെ സാധനങ്ങളൊക്കെ കിടക്കണം. ഒരു സ്വന്തമായിട്ട് തന്നെ കേട്ടോ വർക്ക് ചെയ്യണവും കാര്യങ്ങളൊക്കെ. ഇത് ഊനാല് സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ പ്ലാൻ എന്താണെന്ന് നമുക്കിത് ഫുൾഫിൽ ചെയ്തിട്ടേ അറിയുള്ളൂ. സോ നമുക്ക് കാണാം ഇൻഷാല്ലാ. ഫുൾഫിൽ ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും. സോ മൊത്തം റൂം വരുന്നത് 4 റൂമുകളാണ്. 2 കപ്പിൾസും അതേപോലെ കപ്പിൾസ് അല്ല, പ്രൈവറ്റ് പൂളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 2 ബാൽക്കണി വരുന്ന ഒരു 2 ബെഡ്റൂമും, അതേപോലെ ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് 2 തട്ടുള്ള ഒരു 2 ബെഡ്റൂം, മൊത്തം 4 ബെഡ്റൂമാണ്. ഇത് അതുപോലെ തന്നെ വേറൊരു ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇതിന് വേറെ എന്തൊക്കെയാ അവർക്ക് പ്ലാൻസും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. നമ്മൾ അവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു പാർക്കൊക്കെ വന്നു. പൂക്കോട്ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കൊക്കെയാണ് നമ്മൾ വന്നത്. ഇവിടെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും പാർക്കും ബോട്ടിങ്ങും അങ്ങനത്തെ എന്തൊക്കെയാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു വട്ടം ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, അമ്മായിൻ്റെ ഒക്കെ കൂടെ. ഒരു ഫാമിലി ആയിട്ട് പോന്നപ്പോൾ നമ്മൾ വന്നിട്ട് എന്താ വില? 100 രൂപ. ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കില്ലേ? ഞങ്ങൾ ഇവിടെ കൊണ്ടുവരും. ഞങ്ങൾ 10-25 കിലോ എടുക്കും. എത്ര? 25 കിലോ ഒക്കെ എടുക്കും. ഞങ്ങളെ വളപ്പിൽ ഇഷ്ടമായി കുറച്ചൊരു കൊണ്ടുവന്നുള്ളൂ. നിങ്ങൾ പറയുന്ന വില ഞങ്ങൾ തരും. തന്നെ അറിയില്ല. ഒരു ഗ്ലാസ് എക്സ്ട്രാ തരുമോ? അങ്ങനെ തരുമോ?
നമ്മൾ പൂക്കോട്ട ലേക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വ്യൂ ഇതാണ്. ഇവിടെ കുറേ കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ടിക്കറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് അസ്കറിൽ ഫ്രണ്ടും ഫാമിലി ഉണ്ടായിരുന്നു. സോല വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് തൊട്ട് തന്നെയാണ്. ഭയങ്കര ഒരു സംഭവമാണ്, കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്. ഇതാണ് ഷിപ്പ് ബോട്ടിങ്. ഇവിടെ എല്ലാവരും ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ചവിട്ടാനുള്ള മടിയുണ്ട്. ഇത് ചവിട്ടണം. അപ്പോൾ ചവിട്ടാനുള്ള മടിയുണ്ട്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാക്കും വൈഫൊക്കെ പോയി. അവർ ഫസ്റ്റ് ടൈം അല്ലേ, നാത്തും ഫസ്റ്റ് ടൈമാണ്. സോ നമ്മൾ ഓളെ ഹസ്ബൻഡിന് പറഞ്ഞു ചവിട്ടാൻ്റെ മടിക്ക് നമ്മളാരും പോയില്ല, ഓല് രണ്ടാളും മാത്രം പോയി ഒന്ന് എൻജോയ് ചെയ്ത് വരട്ടെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഓല് വരുന്ന വഴി നമ്മളിത് കൂടെ ഒന്ന് നടന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. അപ്പോൾ അതാക്കണം ഗൈസ്, ഞങ്ങൾ അവിടുന്ന് കണ്ടുമുട്ടിയവരെ ഞങ്ങളവരെ കണ്ടുമുട്ടി. ഞങ്ങൾ അവിടുന്ന് റിട്ടേൺ അടിച്ചു. ഓലെത്തണേന് മുന്നേ ഞങ്ങൾക്ക് എത്തണമല്ലോ. ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിരുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരു ഏരിയക്ക് ഒന്നും വന്നിരുന്നില്ല. നമുക്ക് എന്താ പറയാനമ്മ, നമുക്ക് ഭയങ്കര ഷൈയാണ് ഗൈസ്. സോ ബോട്ടിങ്ങിന് ഞങ്ങൾ പോയില്ല. മലയാളികളാണ്, ചവിട്ടാൻ മടിയില്ലേ, പണിയെടുക്കാൻ ഭയങ്കര മടിയാണല്ലോ. അപ്പോൾ ഞങ്ങൾ കപ്പിൾസിനെ വിട്ടിട്ടുണ്ട്. കാക്കും വൈഫും പോയിട്ടുണ്ട്, ഞങ്ങൾ പോയില്ല. ചവിട്ടാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഒരു വട്ടം പോയപ്പോൾ ക്ഷീണം മാറിയെന്ന. ഇതിൻ്റെ അമ്മ നമുക്ക് ഭയങ്കര ശരിയാണ്. വയനാട് ഞങ്ങൾ അങ്ങനെ ഡെസ്റ്റിനേഷനിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഏതൊരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് അഡ്വഞ്ചർ പാർക്കും കൂടി ഒന്ന് കാണാം ആഫ്റ്റർ ഫുഡ് അടി. ഔട്ടി ക്ഷീണിച്ചതാ കപ്പിൾസ് വരുന്നുണ്ട് ഗൈസ്. ആകെ വിയർത്ത് കുളിച്ചിക്കണു. എന്താ ചെയ്യാ, പുതിയല്ലേ, അത് നമ്മൾ നടത്തി കൊടുത്തു. അങ്ങനെ നമുക്ക് ഇനി വേറെ പരിപാടിയൊന്നും അല്ല. ഇവിടെ ഫുഡ് അടിച്ചിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും സ്പോട്ട് നോക്കാൻ പറയണ്ട. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സമ്മതിക്കാൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്, നമ്മൾ അസ്കറിൻ്റെ അവിടുത്തെ. അങ്ങനെ ഫുഡ് കഴിക്കണ ഒരു വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിവേ നമ്മൾ ഫുഡ് കഴിക്കലേന് 900 കണ്ടി പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് റൂട്ട് തിരിച്ചു. സോ അവിടേക്ക് പോണ വഴിയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഫാൾട്ട് പറ്റി. 1 വീക്കായിട്ട് 900 കണ്ടി ക്ലോസ്ഡ് ആത്തരെ എന്തോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ റൂട്ടിൽ തന്നെ ആയിരുന്നു ചൂരൽമല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ചൂരൽമലയിലായിരുന്നു റിസോർട്ട് എടുത്തിരുന്നത്. ആ റിസോർട്ടൊക്കെ ആ ഉരുൾപൊട്ടലിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇതേമാതിരി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മഴക്കാലത്താണ് പോയിരുന്നത്. സോ ആ റിസോർട്ടൊക്കെ നഷ്ടമായിട്ടുണ്ട്. ഞങ്ങൾ പോണ റൂട്ടിൽ തന്നെ ആയിരുന്നു. എനിവേ അവിടേക്ക് പോകണമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷെ അവിടേക്ക് കടത്തി വിടുന്നില്ല. അവിടെ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും ആൾക്കാർ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവിടെ എന്തൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട്. എനിവേ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് വേറൊരു റിസോർട്ട് പാർക്കിൽ പോയി. ഇവിടെ ചെന്നപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് ഒരു 5:45 1 അവർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അസ്കറിൻ്റെ റിസോർട്ടിൻ്റെ അവിടുന്ന് ചൂരൽമലൻ്റെ അവിടേക്ക്. സോ നമ്മൾ റിട്ടേൺ വന്നപ്പോഴത്തേന് 5 മണി. ഇത് 6 മണിക്ക് അടക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തില്ല, എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമല്ലായിരുന്നു. കാരണം 6 മണിക്ക് ക്ലോസ് ചെയ്യും. 5:45 നമ്മളവിടെ എത്തിയിരിക്കുന്നത്. അവിടേക്ക് എന്തോ 15 മിനിറ്റ് എന്തോ ട്രാവലിംഗ് ഉണ്ട് ജീപ്പിൽ, ഒരു ട്രക്കിംഗ് പോലെ. അപ്പോൾ അത് നടന്നില്ല. ഞങ്ങൾ അവിടുന്ന് പിന്നെ വേറൊരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അത് 10 വരെ ഉണ്ട് രാത്രിയായിരുന്നു. സോ നമുക്ക് അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ പേരുംജാതി തിരക്ക് കഴിച്ചു. ഇതാണ് അതിൻ്റെ ഒരു ഇന്നർ വ്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ 3-4 റേറ്റിലും കാര്യങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. എനിവേ നമുക്കതൊക്കെ ഒന്ന് കാണാം. ഓക്കെ അല്ലേ? കണ്ടോ, അസ്കറിന്റെ ഫേസും ഇയാളെ ഫേസും ഏകദേശം ഒരേപോലെ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? തോന്നിയെങ്കിൽ കമന്റ് ചെയ്യാം. സോ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഓരോ പഴയ ആൾക്കാരും അങ്ങനത്തെ ഒരു തീമാണ്. മീൻസ് നമ്മളെ ആദ്യ മനുഷ്യർ. ആ എന്തേ, ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. ഇവിടെ ഷോപ്പുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു തോണി ബേസ്ഡ് ആയിട്ടുള്ള ഇതിലാണ്. തോണി കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു തോണിൻ്റെ ഉള്ളിൽ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ ഷോപ്പുകൾ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തീം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ പാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് കിടക്കണം. നമ്മൾ സ്റ്റെപ്പ് കയറി അപ്പുറത്തേക്ക് കിടന്നിട്ട് അപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ അവിടെ ചെന്നപ്പോൾ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നാത്തൂന് സിപ്പ് ലൈനിൽ കയറിയിട്ടില്ല ഇതുവരായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾക്കൊരു തുണക്കായിട്ട് ഞാനും ഓളുകൂടി സിപ്പ് ലൈനിൽ കയറി. അങ്ങനെ ഫസ്റ്റ് ഓള് പോയി, സെക്കൻഡ് ഞാൻ വണ്ടി പോയി. അവിടെ ഒരു പെണ്ണ് ഭയങ്കര പേടിച്ചിട്ട് കുറച്ച് നേരം നമ്മളവിടെ ഡിലേ ആയി ഗൈസ്.
അങ്ങനെ ഫോൺ പിടിച്ച് പോകാൻ എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ അങ്ങനെ ധൈര്യശാലിയായിട്ട് ഞാൻ പോയി ഗൈസ്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇപ്പോൾ ഫോൺ ഓഫായി മട്ടിച്ചു. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്റ്റെക്ക് ആവലുണ്ട്, അപ്പോൾ മിസ്സാവുമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഊനാലമ്മ കയറി. ആദ്യം ഇതേമാതിരി കപ്പൽസിനെ കയറ്റി ഞങ്ങൾ ആകാശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്നൊരു ഇതായിരുന്നു. ഞാൻ കയറിയൊരു വീഡിയോ ഇതിൽ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഞാനും ബ്രദറുമാണ് കയറിയുന്നത്. ഓലങ്ങേ തലങ്ങ തേങ്ങൻ്റെ അറ്റത്തെത്തിച്ചു ഞങ്ങളെ. ഭയങ്കര ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ രണ്ടാളും ധൈര്യശാലികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ആകാശത്തേക്ക് മുട്ടി ഗൈസ്. ഇനി പോരിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ആകാശത്തിൽ നിന്നൊരു വരവാണ് വന്നു ഗൈസ്. ആ വരവ് നിങ്ങൾക്ക് കാണാതാക്കണം. ഫസ്റ്റ് പോന്നപ്പോൾ ഞങ്ങൾക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എനിവേ നല്ല രസം ഉണ്ടായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിവേ ഈ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ 60D ഉണ്ടായിരുന്നു, അവിടെയും കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ നൈറ്റ് ഫുഡും നമുക്ക് സമതുക്കാൻ്റെ വീട്ടിലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊന്നും എടുത്തിരുന്നില്ല കുറച്ച് നേരത്തിനായിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സമതുക്കാൻ്റെ വീട്ടിൽ തന്നെ സ്റ്റേ ആയതൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഈ പരിപാടിയും കഴിഞ്ഞ് ആട്ടവും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്ര ഉള്ളൊരു വയനാട് വ്ളോഗ് വന്നിട്ട്. അപ്പോൾ നമുക്കൊരു മൈസൂർ വ്ളോഗ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു മൈസൂർ വ്ളോഗ് വരും. ബൈ.